ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ നീറ്റ് 2026 പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ടായി അല്ലേ? എല്ലാ മക്കളും ബുക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാവരും ഒരു 2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2025 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ഒക്കെ ആയിരുന്നു, നമുക്കറിയാം അല്ലേ? അത് കറക്റ്റ് ടൈമിൽ എഴുതി തീരാതെ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2025 നീറ്റിൽ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം, ആ ഒരു കാര്യം നമ്മളിന്ന് പറയുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് 2025 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്താണ് നമുക്ക് ചെയ്ത് നോക്കാം. അതിൽ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, കൺസിഡർ ദ ഡയമീറ്റർ ഓഫ് എ സ്പെറിക്കൽ ഒബ്ജക്ട് ബീങ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിന് നമുക്കറിയാം 2 ഇൻസ്ട്രുമെന്റ്സ് ആയി നമുക്ക് പഠിക്കാനുള്ള സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറും. അതിൽ വെർനിയർ കാലിപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യം ഉള്ളത്. സപ്പോസ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്തിന് ഈക്വലാണ്, 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതാം, 10 VSD ഈസ് ഈക്വൽ ടു 9 MSD നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാന്ന് കിട്ടും, 9/10 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈക്വലാന്ന് കിട്ടും. ഇനി ബാക്കി നോക്കി, ലീസ്റ്റ് ഡിവിഷൻ ഇൻ ദ മെയിൻ സ്കെയിൽ ഈസ് 0.1 സെൻറ്റിമീറ്റർ. അതായത് ഒരു മെയിൻ സ്കെയിലിൻ്റെ ലീസ്റ്റ് ഡിവിഷൻ 0.1 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് ഒരു MSD എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ടടാ, 0.1 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സീറോ ഓഫ് ദി വെർനിയർ കാലിപ്പർ ഈസ് അറ്റ് x ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ. വെർനിയർ സ്കെയിലിൻ്റെ സീറോ എന്ന് പറയുന്നത് എവിടെയാണ്, മറ്റതിൻ്റെ സീറോയിലല്ല, 0.1 സെൻറ്റിമീറ്റർ. അതായത് അവിടെ എന്താ അത് തന്നിട്ടുള്ള, സീറോ എറർ ഉണ്ടെന്നാ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ സീറോ എറർ എത്രയാണ് തന്നിട്ടുണ്ടാ, സീറോ എറർ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അത് എഴുതി പോകണേ. ഇനി when the jaws of vernier calipers are closed, if the main scale reading for the diameter is m is equal to 5 cm, main scale reading എത്രയാണ്, 5 cm ആണ്. number of coinciding vernier scale division, coincide ചെയ്യുന്ന vernier scale ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മെഷർ ഡയമീറ്റർ ആഫ്റ്റർ സീറോ എറർ കറക്ഷൻ, സീറോ എററോടെ ചേർത്തിട്ടുള്ള ടോട്ടൽ റീഡിംഗ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മെഷർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ റീഡിംഗ്. സോ ടോട്ടൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അതിൽ നിന്ന് എന്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, സീറോ എറർ സബ്ട്രാക്ട് ചെയ്യണം. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? അതെ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് എത്രയാണ്, മെയിൻ സ്കെയിൽ റീഡിംഗ് തന്നിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് എഴുതും, 5 പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ എത്രയാണ്, 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ലീസ്റ്റ് കൗണ്ടിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ, ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 1 MSD മൈനസ് 1 VSD എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 VSD ഈസ് ഈക്വൽ ടു 9/10 MSD ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും, 1/10 MSD എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 1/10 ഇൻറ്റു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 0.1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.01 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എത്ര കിട്ടി, 0.01 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇൻറ്റു 0.01 മൈനസ് സീറോ എറർ എത്രയാണ്, 0.1. അപ്പോൾ ഇത് എത്ര കിട്ടും, 5 പ്ലസ് 0.08, അതായത് 5.08 മൈനസ് 0.1 ഈസ് ഈക്വൽ ടു എത്രയാവുന്നത്, 4.98 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും, 4.98 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ ഏതായിരുന്നു, ഓപ്ഷൻ 4 ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എ ബലൂൺ ഈസ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് സർഫസ് ടെൻഷൻ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലേഷൻ ഔട്ട്ലെറ്റ് ഫ്രം വെയർ ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ഇറ്റ് ഹാസ് സ്മാൾ ഏരിയ എ. അപ്പോൾ സർഫസ് ടെൻഷൻ എത്ര തന്നിട്ടുണ്ട്, S ആണ്, ഏരിയ A ആണ്. ഇറ്റ് ഈസ് filled with a gas of density rho and it takes a spherical shape of radius r. When the gas is allowed to flow freely out of it, its radius r changes from r to 0 in time t. If the speed vr of the gas coming out of the balloon depends on r as r raised to a and t proportional to s raised to alpha, a raised to beta, റോ റേസ് ടു ഗാമ ആൻഡ് ആർ റേസ് ടു ഡെൽറ്റ ദെൻ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു പവേഴ്സ് ആയിട്ട് കിടക്കുന്നില്ലേ, എയും ആൽഫയും ബീറ്റയും ഗാമയും. ഇത് ഗാമയാട്ടോ, ഗാമയുടെയും ഡെൽറ്റയുടെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യും, നമുക്ക് സിംപ്ലി ചെയ്യാൻ പറ്റും. നമുക്കറിയാം 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ, നമുക്കിവിടെ തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് ആർക്കൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ എസ് റേസ് ടു ആൽഫ, എ റേസ് ടു ബീറ്റ, റോ റേസ് ടു ഗാമ, ആർ റേസ് ടു ഡെൽറ്റ എന്ന് നമുക്ക് തന്നിട്ടില്ലേ, തന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഴുതാമല്ലോ. ടി പ്രൊപ്പോർഷണൽ ടു ഇവരുടെ ഓരോരുടെയും ഡയമെൻഷണൽ ഫോമിൽ നമുക്കറിയാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താ മക്കളെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ,
ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ml(T)⁻2 ഡിവൈഡഡ് ബൈ L ആണ്. ഈ എല്ലും പോയാൽ എന്ത് കിട്ടുമടാ? സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ mt(-2) എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? mt(-2) ദ ഹോൾ റേസ് ടു ആൽഫ എന്ന് എഴുതാം. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? L² ആണ്. അപ്പോൾ L²⁻β ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എന്ത് കിട്ടും? ml(-3)⁻γ. ഇനി R എന്ന് പറഞ്ഞാൽ റേഡിയസ്, അപ്പോൾ അത് L ആണ്. L⁻⁴. ഇവിടെ നിന്ന് എനിക്ക് T പ്രൊപ്പോർഷണൽ ടു m⁻⁴ എന്തൊക്കെയുണ്ട്? ഒരു ആൽഫയുണ്ട്, ഇവിടെ എന്തുണ്ട്? ഗാമയുണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് ഗാമ എന്ന് കിട്ടും. T⁻2 എന്തുണ്ട്? -2 ആൽഫ അല്ലേ ഉള്ളൂ, -2 ആൽഫ ഇൻറ്റു L⁻2 എന്തുണ്ട്? ഇവിടെ 2 ബീറ്റ ഉണ്ട്, ഇവിടെ -3 ഗാമയുണ്ട്, ഇവിടെ ഡെൽറ്റ ഉണ്ട്. അപ്പം 2 ബീറ്റ -3 ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിന്ന് പറഞ്ഞേടാ, ഇവിടെ ടിയുടെ പവർ എത്രയാ? 1 ആണ്. ഇവിടെ ടിയുടെ പവർ എത്രയാ? -2 ആൽഫയാണ്. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൂടെ? ഇവിടുന്ന് ടിയുടെ പവർ 1 ആണ്, ഇവിടെ -2 ആൽഫയാണ്. അപ്പോൾ 1 = -2 ആൽഫ ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് ആൽഫ = എന്ത് കിട്ടും? -1/2 എന്ന് കിട്ടും. അപ്പോൾ ആൽഫയുടെ വാല്യൂ -1/2 ഉള്ള രണ്ട് ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ഇവിടുന്ന് എന്തായി പോയി? കട്ട് ചെയ്ത് പോയി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ഗാമയുണ്ട്, പക്ഷെ ഇവിടെ എം ഉണ്ടോ? ഇല്ല. എം ഇല്ലെങ്കിൽ നമുക്കിവിടെ m⁻0 എടുത്തുകൂടെ? അപ്പോൾ 0 = എന്ത് വരുവാടാ? ആൽഫ പ്ലസ് ഗാമ എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഗാമ = -ആൽഫ കിട്ടും. ആൽഫ എന്ന് പറഞ്ഞാൽ -1/2. അപ്പോൾ -1/2 എത്ര കിട്ടുവാടാ? 1/2 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗാമയുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ ആൽഫ -1/2 ഗാമ 1/2 എന്ന ഓപ്ഷൻ നോക്കിയാൽ ഈ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവേഷൻസ് A, B, C and D ആസ് ഫോളോസ്. P = ഇതൊരു എററിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻസ്ട്രുമെന്റിന്റെ ആയിരുന്നു. രണ്ടാമത്തെ ഡയമെൻഷൻ, ഇത് എറർ. 3 ടോപ്പിക്കും കവർ ചെയ്തായിരുന്നു. അപ്പോൾ P = A³ B² ഡിവൈഡഡ് ബൈ C × √D എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? D⁻1/2 എന്ന് എഴുതാം. ഇത് പെർസെൻറ്റേജ് എറേഴ്സ് ഓഫ് മെഷർമെന്റ്സിന് എയുടെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട് 1 ആണ്, ബിയുടെ പെർസെൻറ്റേജ് എറർ എത്രയാ? 3 ആണ്. അപ്പോൾ എയുടെ 1, ബിയുടേത് 3, സിയുടേത് 2, ഡിയുടേത് 4. ഓക്കെ അല്ലേ? ഇത് പെർസെൻറ്റേജ് എറർ ഇൻ ക്വാണ്ടിറ്റി പി ഈസ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പിയുടെ പെർസെൻറ്റേജ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? 3 × എയുടെ പെർസെൻറ്റേജ് എറർ ഡെൽറ്റ A/A × 100 പ്ലസ് ബിൻ്റെ പവർ എന്താ? 2 അല്ലേ? അപ്പോൾ 2 × ഡെൽറ്റ B/B × 100 പ്ലസ് സിക്ക് പവർ ഒന്നുമില്ല, അപ്പോൾ ഡെൽറ്റ C/C × 100 പ്ലസ് ഡിയുടെ പവർ 1/2 ആണ്. അപ്പോൾ 1/2 × ഡെൽറ്റ D/D × 100. ഇങ്ങനെ എഴുതാമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ 3 × എയുടെ പെർസെൻറ്റേജ് എറർ 1, അപ്പോൾ 3 × 1 പ്ലസ് 2 × ബിയുടെ പെർസെൻറ്റേജ് എറർ 3 ആണ് പ്ലസ് ഡെൽറ്റ സിയുടെ പെർസെൻറ്റേജ് എറർ എത്രയാ? 2 ആണ് പ്ലസ് 1/2 × ഡിയുടെ പെർസെൻറ്റേജ് എറർ എത്രയാ? 4 ആണ്. അപ്പോൾ എത്ര കിട്ടും? 3 പ്ലസ് 2 × 3 എത്രയാ? 6 പ്ലസ് 2 പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 9 + 4 എന്ന് കിട്ടും. 9 + 4 എന്ന് പറയുമ്പോൾ എത്രയാ? 13%. അപ്പോൾ ആൻസർ ഏത് വരും? പറഞ്ഞ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചെയ്യുന്ന ലാസ്റ്റ് ഇയർ, അതായത് റീസെൻ്റ് ഇയർ 2025 നീറ്റിൽ വെച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്, 3ഉം നമ്മുടെ 3 ടോപ്പിക്സിൽ നിന്നായിരുന്നു. ആ 3 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കാം. ബൈ.